ഹലോ, അപ്പോൾ നമ്മുടെ ആവണീസ് വ്ലോഗിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇനി ഒട്ടും സസ്പെൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഞാൻ ഗാർഡൻ വീഡിയോസൊക്കെ കാണിച്ചപ്പോൾ 1-2 വട്ടം കാണിച്ചിട്ട്, പക്ഷേ എന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ആശാൻ അത്ര ചില്ലറക്കാരനല്ല, കാരണം ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ അത്രയോളം നമുക്ക് ഹെൽത്തിനായാലും ഒക്കെ അടിപൊളിയായിട്ടൊരു ഐറ്റമാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ വിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശംഖുപുഷ്പം. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആ കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തായാലും അതിന് മുന്നായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു പൂത്തുളി നിൽക്കുന്ന നമ്മുടെ മെലസ്റ്റോമി ആയിരിക്കും കുറേ പേരെങ്കിലും കണ്ണിൽ ഉടക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതാ നല്ല സൈസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മെലസ്റ്റോമിയുടെ ഒക്കെ ഫ്ലവറൊക്കെ ആയാലും അപ്പോൾ നല്ലൊരു ഫ്ലവറിങ് കാട്ടപ്പോൾ ഒരുപാട് മുട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്നത് മെലസ്റ്റോമിയും കാര്യങ്ങളൊക്കെ ആയാലും. എന്തായാലും അതിൻ്റെ പരിചരണ രീതികളും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ വഴിയെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നേരെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. കാരണം അതാ നമ്മുടെ ഈ ഒരു മെലസ്റ്റോമ വെച്ച് കൊടുത്തതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ആയാലും നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ ബ്ലൂ ശംഖുപുഷ്പത്തിൻ്റെ അടുത്തേക്കാട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 വെറൈറ്റിയാണുള്ളത്. ബ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റും ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നേരെ ബ്ലൂവിൻ്റെ അടുത്തേക്ക് പോകട്ടെ. അപ്പോൾ നന്നായിട്ട് തന്നെ സ്പ്രിംഗ്ലർ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ നനഞ്ഞ് കുളിച്ച് നിൽക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇവിടെ നാനോ സ്പ്രിംഗ്ലർ ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു തണുപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മളിന്ന് രാവിലെയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രഭാതം കൂടി നന്നായിട്ടൊരു തണുത്ത് ഇറച്ചാട്ടോ നിൽക്കുന്നത്. ഇന്നലെയൊക്കെ നല്ല രീതി തന്നെ മഞ്ഞൊക്കെ പെയ്തിട്ട് നന്നായിട്ടൊരു തണുപ്പ് രാവിലെ ഉണ്ട് കേട്ടോ. പിന്നെ മൊത്തത്തിൽ കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് പിന്നെ എന്താ വേണ്ടല്ലേ, ഒരു വല്ലാത്തൊരു വൈബ് തന്നെ കേട്ടോ രാവിലെ. ഇതുപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്യുന്നതിലൂടെ ചൂട്ടിലെ ആ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ചൂട്ടിൽ നിൽക്കുകയും ചെയ്യും. ഡയറക്റ്റ് ഇങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചൂട്ടിലിട്ടിട്ടുള്ള വളമായാലും മണ്ണായാലും ഒക്കെ കുത്തി ഒളിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ഒരേ ലെവലിൽ നനയുകയും ചെയ്ത് നോക്കി ആ ഒരു ഇലകളൊക്കെ ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. നന്നായിട്ട് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു എഫക്റ്റിനായിരിക്കും. ഒരു മഴ പെയ്യുന്നൊരു എഫക്റ്റ് നമ്മുടെ ചെടികൾക്കൊക്കെ തരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 1-1.5 മണിക്കൂറൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ ധാരാളമായിട്ട് നന്നായിട്ട് എല്ലാം നനഞ്ഞ് കുളിച്ചിട്ടുണ്ടാവുക. പിന്നെ ഇതേപോലെ ഒരു ശംഖുപുഷ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഒന്നും വേസ്റ്റ് ആക്കാനില്ല കേട്ടോ. കാരണം ഇല ആയിക്കോട്ടെ, പൂ ആയിക്കോട്ടെ, വേര് തൊട്ട് മൊത്തത്തിൽ ആവശ്യത്തെ ഗുണം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കി, ഈ ഒരു വിരിഞ്ഞ് നിൽക്കുന്ന പൂ എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. കാരണം അത്രയേറെ ഗുണങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പൂ ഡെയിലി നമ്മളിങ്ങനെ ചായയൊക്കെ വെച്ചിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഡിസീസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഷുഗറൊന്നും ഇല്ലാത്തതായിട്ട് ഒരുവിധം എല്ലാവർക്കും ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഷുഗറാണല്ലോ. അപ്പോൾ എന്തായാലും ആ ഒരു ഷുഗറിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ചായ ഡെയിലി, അതായത് പൂ വെച്ചിട്ടുള്ള ചായ ഡെയിലി കുടിക്കുന്നതുകൊണ്ട് നമുക്കൊരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ വേലികളിലൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ അത്രയും നല്ല വിശാലമായിട്ടാണ് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളൊന്നും അങ്ങനെ ഇല്ലാന്ന്. പക്ഷേ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളൊക്കെ കുറച്ചെങ്കിലും, അതായത് ഓരോ ചെടിയെങ്കിലും വീടുകളിലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. കാരണം അത്രയേറെ ഗുണങ്ങളാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിനൊക്കെ ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഗൈസ്, പണ്ടത്തെ ഒരു പാട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും. അതായത് അത്രയേറെ ഗുണങ്ങളാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിനുള്ളത്. അതേപോലെ തന്നെ ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുള്ളതായാലും നമുക്കൊരു ബട്ടർഫ്ലൈയുടെ ഒക്കെ ഒരു പെട്ടെന്ന് കാണുമ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ ഒക്കെ ഒരു ടെക്സ്ചർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ പി എന്നാണ് നമ്മുടെ ഒരു ശംഖുപുഷ്പത്തിൻ്റെ സയൻറ്റിഫിക് നെയിം. പിന്നെ നല്ല ബ്ലൂ കളറാണ് നമ്മുടെ ഈ ഓരോ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾക്കും. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു ലൈറ്റ് ഒരു വൈറ്റ് വന്നിട്ടുണ്ടെങ്കിലും നല്ല ബ്ലൂ കളറാണ് മുക്കാൽ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ശംഖുപുഷ്പമൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ചായയൊക്കെ ആയാലും ഒരു 2-3 പൂ ഇടുമ്പോഴത്തേനും നല്ല രീതിയിലാട്ടോ അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആവുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു ശംഖുപുഷ്പം നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ സീഡിൽ നിന്നാണ്. നല്ല ഉണങ്ങിയ സീഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു നല്ല ക്വാളിറ്റി ഉള്ള സീഡ് നോക്കിയിട്ട് നമ്മൾ താഴെ നട്ടു കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ തന്നെ പരിചരണം കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് വളർന്ന് ഒരു ലെവലാവാൻ വേണ്ടിയിട്ട് നല്ലൊരു പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ വലിയ കെയർ കൊടുത്തില്ലെങ്കിൽ ഈ പൂവ് നമുക്ക് അത്രയും നല്ല അടിപൊളിയായിട്ടോ ഡെയിലി പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ചുവട്ടിലായാലും നല്ല അടിപൊളിയായിട്ട് കേട്ടോ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തുള്ളത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കയറി വരുന്നതും കൂടി ഉണ്ട് കേട്ടോ. കാരണം ഒരു 1.5 മാസം കഷ്ടി ആവുന്നതേ ഉള്ളൂ, അപ്പോഴത്തേനും നല്ലൊരു ഗ്രോത്ത് ആട്ടോ എന്തായാലും വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ കയ്യിലായാലും 2 വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ബ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റും ഉണ്ട്. അപ്പോൾ ഈ വിരിഞ്ഞ് നിൽക്കുന്നതാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വൈറ്റ്. അപ്പോൾ വൈറ്റ് കാണാൻ വേണ്ടി പ്രത്യേക ഭംഗിയല്ല, കാരണം ഒരു വെള്ള കളറിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ട് നട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ട്, കാരണം ഒരു ബ്ലൂവും അതേപോലെ തന്നെ വെള്ളമായിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ട് ഉണ്ടായി കാണാം. പിന്നെ ഈ ഒരു 2 വെറൈറ്റിക്ക് 2 ഡിഫറെൻറ്റ് കളറാണല്ലോ. അതുകൊണ്ട് തന്നെ കളറിലുണ്ടാകുന്ന ഈ ഒരു മാറ്റങ്ങളൊന്നും നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളെ ഒട്ടും തന്നെ ബാധിക്കുന്നില്ല. കാരണം രണ്ടിനും ഒരേ സെയിം ഗുണങ്ങൾ തന്നെയാണ്.
ഈ ഒരു ശംഖുപുഷ്പം നമ്മളിതാ നേരെ വീടിനോട് ചേർന്ന ഒരു ഭിത്തിനോട് കറക്റ്റ് കണക്ട് ചെയ്യുന്ന ആ രീതിയിലാട്ടോ നട്ടു കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ആ ഒരു കോണിലാണ് നട്ടിട്ടുള്ളതായാലും. അപ്പോൾ ഇതായാലും നന്നായിട്ട് ഇങ്ങനെ ചുറ്റി പടർന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഹൈറ്റിലങ്ങ് വിടാതെ ഒരു ലെവലിൽ വെച്ചിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ കുറച്ചൊന്ന് വള്ളി പോലെ ഒന്ന് കെട്ടിയതിന് ശേഷം ആ ഒരു ലെവലിൽ വിടാമെന്നാട്ടോ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. നോക്കി ഒത്തിരി വിത്തുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് വെട്ടി വിട്ടതാണ്. അപ്പോൾ അതിന് ശേഷം നോക്കി നന്നായിട്ട് പുതിയ തിളിർപ്പൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലൊരു പ്രൂണിങ് കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി പൂക്കൾ വിരിയിച്ചെടുക്കാനും കൂടി നമുക്ക് ഈ ഒരു ചെടിയിൽ പറ്റും. പിന്നെ നമ്മുടെ ഈ ഒരു നീലയും വെള്ളയും നിറത്തിലൊക്കെ കാണപ്പെടുന്ന ഒരു ശംഖുപുഷ്പം ഉറക്കമില്ലായ്മ കുറയ്ക്കാനും അതേപോലെ തന്നെ നമ്മുടെ മെമ്മറി പവർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. നല്ല വൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പെറ്റൽസ് ഫുള്ള് നല്ല വൈറ്റ് കളറിലല്ലേ കാണുന്നത്. അതേപോലെ തന്നെ ഗൈസ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ വേരായാലും നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ കൊടുക്കുന്നതും വളരെ നല്ലതായിട്ട്. കാരണം അവരിലുണ്ടാകുന്ന ഒരുപാട് ചെറിയ പ്രായത്തിലൊക്കെ ഉണ്ടാകുന്ന ഒത്തിരി ഡിസീസുകൾ ഉണ്ടാവില്ലേ, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം. പിന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിനായാലും അതേപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാട്ടോ നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം. നോക്കി ഇതിലൊക്കെ നന്നായിട്ട് മൂത്താട്ടി ഒരു വിത്തുകളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വിത്തുകൾ കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ചെടികൾ നമുക്ക് വീണ്ടും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഒരു തുടക്കത്തിൽ അതൊന്ന് മുളച്ച് വരുന്ന ആ ഒരു ടൈം വരെ നല്ലൊരു പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതങ്ങ് കയറി വന്നോളൂ. ചെറിയൊരു പരിചരണത്തിലൂടെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാം. നോക്കി ചെറിയ ഒരു തളിർപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ആ തൊട്ടടുത്തായിട്ട് നമ്മുടെ ബ്ലൂവും കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ബ്ലൂ കളറുള്ള ശംഖുപുഷ്പം നല്ല കടും ബ്ലൂ കളറാണ് കേട്ടോ. വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മളൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഐറ്റംസിനൊക്കെ നന്നായിട്ട് കളറൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു കളർ തന്നെ എളുപ്പം. എന്തായാലും അതായത് നമ്മൾ ഈ ഒരു നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ എപ്പോഴും നമ്മൾ വൈറ്റ് കളറിലുള്ള നൂൽപുട്ടല്ലേ കഴിക്കാറ്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ശംഖുപുഷ്പത്തിൻ്റെ ഒരു 3-4 പൂക്കൾ എടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം അപ്പോഴത്തെ ഒരു 5 മിനിറ്റ് വെച്ചാൽ വേണ്ട. അപ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് ആയിട്ട് ആ ഒരു ബ്ലൂ കളറിലേക്ക് ആ ഒരു വെള്ളം മാറും. എന്നിട്ട് ആ ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ ഈ ഒരു പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കായാലും നല്ല രീതി തന്നെയാട്ടോ അതിൻ്റെ ഗുണങ്ങൾ കിട്ടുക. അപ്പോൾ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാനൊക്കെ ഇതുപോലത്തെ ട്രിക്കുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും കൂടി പറ്റും. ഇതുപോലെ തന്നെ പല രീതിയിലുള്ള നമ്മുടെ ഫുഡ് ഐറ്റംസിൽ നമുക്ക് ഈ ഒരു കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് കെമിക്കലായിട്ടുള്ള കളേഴ്സിന് പുറകെ പോകാതെ ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള കളറുകളിൽ നമുക്ക് മതി കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നരയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അകാല നര കുറയ്ക്കാനും അതേപോലെ തന്നെ പ്രായം കൂടുന്നതോറും നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചുളിവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ശംഖുപുഷ്പം മാത്രം മതി. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പ്രകൃതി തന്നെ തരുന്നൊരു മരുന്നായിട്ട് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിനെ വേണമെങ്കിൽ പറയാട്ടോ. പിന്നെയാണെങ്കിലേ നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പൂവിനെയും അതേപോലെ തന്നെ വേരിനെയും പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. വേറൊന്നുമല്ലാട്ട് ഈ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഇലകൾ തന്നെയാണ്. കാരണം ഇല വെച്ചിട്ട് നമുക്ക് ചായ കിട്ടി കുടിക്കുന്നതിലൂടെ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ ഹെൽത്തിന് കിട്ടുന്നുണ്ട്. നമ്മുടെ ഡിപ്രഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഇലകൾ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ടീനെ നമ്മൾ ഹെർബൽ ടീ എന്നുള്ള പേരിലാട്ടോ അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ബ്ലൂ കളറിലുള്ള ആ ഒരു പൂക്കൾ വെച്ചിട്ടുണ്ടാകുന്ന ടീ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ബ്ലൂ ടീ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു തൈയെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതേപോലെ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കില്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ ഉള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് ഇലയായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളായിട്ടൊക്കെ നമുക്ക് പല രീതികളിലൂടെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സൗന്ദര്യ സംരക്ഷണത്തിന് വലിയൊരു കെയർ കൊടുക്കുന്ന ഒരാളുകൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് ആ ഒരു പൂവിൻ്റെ സൗന്ദര്യം പോലത്തെ നമുക്കിത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സൗന്ദര്യം നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ശംഖുപുഷ്പം വെച്ചിട്ടുണ്ടാകുന്ന ടീ എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഒത്തിരി ഗുണങ്ങളുള്ള ഈ ഒരു ശംഖുപുഷ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കണം. കാരണം ഒരുപാട് മെഡിസിനൽ കമ്പനിക്കാരും അതേപോലെ തന്നെ ഇതിനെപ്പറ്റി അറിയുന്ന കുറേ പേര് ഇതിൻ്റെ വേരോടെ പറിച്ചെടുത്ത് കൊണ്ടുപോകാറുണ്ട്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ നമ്മുടെ വീട്ടുമുറ്റത്തായാലും അതുപോലെ തന്നെ വേലികളിലൊക്കെ അത്രയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഈ ഒരു ഐറ്റത്തെ കൂടെ കൂട്ടുന്നതിലൂടെ നമുക്ക് എന്തായാലും ഒരുപാട് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ യാതൊരു ചിലവുമില്ലാതെ നമുക്ക് അസുഖങ്ങൾ വരാതെ ജീവിക്കാനും ഈ ഒരു ആശാനെ കൂടെ കൂടുന്നതിലൂടെ സഹായിക്കട്ടെ. അപ്പം ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ചെടിയാണെന്ന് പറഞ്ഞാട്ടോ. കാരണം ഒരുപാട് ചെടികൾ ഇങ്ങനെ നട്ട രീതിയിലാട്ടോ അത്രയും ഇങ്ങനെ നന്നായിട്ട് വട്ടം വീശിയിട്ട് ഇങ്ങനെ ഫുള്ള് ചുറ്റും ഇങ്ങനെ പൊട്ടി തീർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെടി നട്ടാൽ തന്നെ നമുക്ക് ആ ഒരു ചെടിയിൽ പൂ ഇടാൻ തുടങ്ങുന്ന അന്ന് തൊട്ട് നമുക്ക് പിന്നെ ഡെയിലി പൂക്കൾ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതൊരു സീസണൽ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ കെയർ ചെയ്യുന്നതനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ പൂക്കൾ നമുക്ക് ഡെയിലി ഉണ്ടാക്കി എടുക്കാനും കൂടി പറ്റുമ്പോൾ നോക്കി നല്ല രീതിയിലായിട്ട് ഒരു വള്ളി ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.